മഴ ലഭിക്കാത്തതിനാൽ ദുഃഖിതരായ ഗ്രാമവാസികൾക്ക് മഴ നൽകിയ രേണുക ശിവാനുഗ്രഹത്താൽ പ്രകൃതി ദേവതയായി മാരിയമ്മ എന്ന പേരിൽ പ്രസിദ്ധയായി. 1000 മായക്കണ്ണുകൾ ശിവനിൽ നിന്നും വരമായി ലഭിച്ച രേണുക സഹസ്രാക്ഷി എന്ന പേരിലും അറിയപ്പെട്ടു. കണ്ണുകൾക്ക് ബാധിക്കുന്ന അസുഖങ്ങൾക്ക് മാരിയമ്മൻ ഭജനം വളരെ വിശേഷപ്പെട്ടതാണ്. തമിഴ്നാട്ടിൽ സമയപുരം പോലുള്ള ക്ഷേത്രങ്ങളിൽ കൺമലർ വഴിപാട് സമർപ്പിക്കുന്നത് ഈ ഐതിഹ്യത്താലാണ്. തമിഴ് ഭാഷയിൽ വസൂരി രോഗത്തെ അമ്മൈ എന്നും വസൂരി കുരുവിനെ അമ്മായിമുത്ത് എന്നും പറയുന്നു. മാരിയമ്മ കോപിച്ചാൽ ശരീരത്തിൽ അമ്മൈമുത്ത് വരുത്തുകയും പ്രസാദിച്ചാൽ അമ്മൈമുത്ത് അകറ്റുകയും ചെയ്യുന്നതിനാലാണ് മാരിയമ്മയ്ക്ക് മുത്തുമാരി എന്ന് പേര് ലഭിച്ചത്. ആര്യവേപ്പിലകളാൽ തടവിയാണ് ശിവശരീരത്തിൽ ബാധിച്ച വസൂരി കുരുക്കളെ മുത്തുമണികളുടെ രൂപത്തിൽ അമ്മ തിരിച്ചെടുത്തത്. അതുകൊണ്ടാണ് വസൂരി ബാധിച്ചവരെ വേപ്പിലകളാൽ തടവുന്നതിൻ്റെ കാരണവും. മാത്രമല്ല, രേണുകാദേവി ധരിച്ച വേപ്പിലയും അരച്ചു പുരട്ടിയ മഞ്ഞളും ശിവാനുഗ്രഹത്താൽ വസൂരി രോഗത്തിന് കൺകണ്ട ഔഷധമായി തീരുകയും ചെയ്യുന്നു. പൊള്ളലേറ്റ രേണുക ഗ്രാമവാസികൾ നൽകിയ മഞ്ഞൾ അരച്ച് ശരീരത്തിൽ ലേപനം ചെയ്യുകയും പൊള്ളലേറ്റ പാടുകൾ അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു. മാരിയമ്മൻ കോവിലുകളിൽ നിന്നും ലഭിക്കുന്ന മഞ്ഞൾ പ്രസാദത്തിന് ത്വക്ക് രോഗങ്ങളെ നിർവീര്യമാക്കുവാനുള്ള ശക്തിയുണ്ട്. രോഗശമനത്തിന് മാരിയമ്മയ്ക്ക് മഞ്ഞൾ അഭിഷേകം പ്രധാനമാകുന്നു. മാരിയമ്മ ദേവിയുടെ ആദ്യ അവതാരം ഉടുക്ക്, ശൂലം, വാൾ, വട്ടക എന്നിവ ധരിച്ച 4 കൈകളോടെയുള്ളതാണ്. മാത്രമല്ല, അമ്മയുടെ ഏതു അവതാരത്തിലും ശിവൻ സമ്മാനമായി നൽകിയ ഉടുക്ക് കാണാവുന്നതാണ്. ഉടുക്കിൻ്റെ നാദവും ഉടുക്ക് കൊട്ടിയുള്ള പാട്ടും മാരിയമ്മയ്ക്ക് വളരെ പ്രിയങ്കരമാണ്. ലോകരക്ഷയ്ക്കും മാരാസുരനെ വധിക്കുന്നതിനും വേണ്ടി മാരിയമ്മ സിംഹത്തെ വാഹനമാക്കി ആദിശേഷനെ കുടയാക്കി 8 കൈകളോടെ അവതരിക്കുകയും മാരാസുരവധാനന്തരം മാരാസുരൻ്റെ ശിരസ് വെട്ടിയെടുത്ത് ആ ശിരസിന് മുകളിൽ വലതുപാദം വെച്ചുകൊണ്ട് മാരിയമ്മ ദേവന്മാർക്കും ഋഷിമാർക്കും ദർശനം നൽകുകയും ചെയ്തു. എപ്പോഴൊക്കെ ദുഷ്ടർ തലപൊക്കുന്നുവോ അപ്പോഴൊക്കെ ദേവി അവരെ അമർച്ച ചെയ്തുകൊണ്ടിരിക്കും എന്ന് ഈ രൂപത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. കൂടാതെ 1000 ഫണങ്ങളുള്ള ആദിശേഷൻ 5 ഫണങ്ങളോടെ ദേവിക്ക് കുടയായി നിൽക്കുന്നു. പഞ്ചേന്ദ്രിയ നിഗ്രഹം ചെയ്ത ഏതൊരു വ്യക്തിക്കും അമ്മയുടെ പരിപൂർണ അനുഗ്രഹം ലഭിക്കും എന്ന സൂചനയാണ് ആദിശേഷൻ നമുക്ക് നൽകുന്നത്.